മണ്ഡലകാല തീർത്ഥാടനം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധനവ്. 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ കൂടുതലായി എത്തിയപ്പോൾ വരുമാനത്തിൽ 16 കോടിയുടെ വർധനവുണ്ടായി. അതിൽ ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ദിവസം. 87,991 പേരാണ് ഇന്നലെ വന്നത്. ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ് 15,514 ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ്. അത് പമ്പയിലെ മാത്രം വെരിഫിക്കേഷൻ. പുല്ലുമേട്ടിൽ 768. അപ്പോൾ ഏതാണ്ട് 16,000 സംതിങ് സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ വന്നു. ഇന്നലെ ആയിരുന്നു ഏറ്റവും വലിയ ബുക്കിംഗ്. പക്ഷെ എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തസുന്ദരമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിറങ്ങി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. CB അനുമോദ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ, ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 87,000-ഓളം ആളുകൾ മല കയറി അയ്യനെ കണ്ട് തിരിച്ചു പോകുന്ന പശ്ചാത്തലമുണ്ടായി. നമുക്കറിയാം, സംവിധാനങ്ങളൊക്കെ ഇത്തവണ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. തീർത്ഥാടകർ പൂർണ്ണ തൃപ്തരാണ്. ഒരുപക്ഷെ അത്തരത്തിൽ സംവിധാനങ്ങൾ സുഗമമാണ് എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെ ഈ തീർത്ഥാടക എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നത്. വന്നു പോകുന്നവരൊക്കെ പരമാവധി സമയം അവിടെ നിന്ന് അയ്യപ്പനെ ദർശിച്ച് തിരിച്ചു പോകാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടല്ലോ അല്ലേ? രഞ്ജിത്ത്, നമുക്കറിയാം ശബരിമല സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നത് ഈ ഒരു സീസണിൻ്റെ പകുതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. സാധാരണ 80,000-ലേറെ അത് അയ്യപ്പന്മാർ ഇവിടെ എത്തുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് 1 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ വരുമ്പോഴാണ്, അതും തുടർച്ചയായ ദിവസങ്ങൾ വരുമ്പോഴാണ് ഇവിടെ വരുന്നവർക്ക് ശരിക്കും പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ പമ്പയിലേക്ക് എത്തുന്നവരെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്നവരെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ 80,000-ൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഉള്ള സംവിധാനങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ ഇതുവരേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 40,000-ലധികം അയ്യപ്പന്മാർ ദർശനം നടത്തിയിട്ടുണ്ട്, 18-ാം പടി കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ച വിവരം. അതായത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ സീസണിൽ തിരക്കേറിയ ദിവസങ്ങൾക്ക് ഇവിടെ തുടക്കമാവുകയാണ്. ഇന്നലത്തെ തിരക്ക് അതിനൊരു ആദ്യ ദിനം മാത്രമാണ് എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇനി അവധി ദിവസങ്ങൾ വരുന്നു. അതുപോലെ തന്നെ തീർത്ഥാടകർ മണ്ഡലകാലം പകുതിയാകുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായൊരു തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറെ സമയം പമ്പ മുതൽ സന്നിധാനം വരെ ഇവിടെയും കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. പതിയെ പതിയെ മുന്നോട്ട് നീങ്ങുവാൻ എല്ലായിടത്തും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ അയ്യപ്പന്മാർ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ കുറേശ്ശെയായിട്ട് എല്ലാവരെയും സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി ഇതുവരേക്കും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഫലപ്രദമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സമയം, അത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ പോലെ 8-10 മണിക്കൂറൊന്നും ആർക്കും ഇവിടെയും കാത്തു നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. എന്നാൽ ഇന്നലെ മുതൽ ക്രമേണ തിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മരക്കൂട്ടം മുതൽ നിയന്ത്രണം അല്പം കടുപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ രാവിലെ ശരംകുത്തി വരെ വരിയുണ്ട്, ശബരിപീഠം വരെ വരി നീണ്ടിരുന്നു. ഇന്ന് ഉച്ചയോടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിയന്ത്രണം നടപ്പന്തൽ മുതലാണ് തുടങ്ങുന്നത്. വലിയ തിരക്കിൻ്റെ ഒരു ശമനമാണ് ഉച്ചയോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 4,000-നും 5,000-നും ഇടയ്ക്ക് അയ്യപ്പന്മാർ ഇതുവരേക്കും ഇന്ന് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നട അടച്ചു കഴിഞ്ഞാലും 18-ാം പടിയിലൂടെ അയ്യപ്പന്മാരെ കയറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആകുമ്പോൾ കാത്തു നിൽക്കുന്ന വരി അത് നീണ്ടുപോവുകയില്ല. കാരണം അവിടെ ആളുകൾ ക്രമേണ സാധാരണ പോലെ അങ്ങനെ കയറിപ്പോകുമ്പോൾ പമ്പയിൽ നിന്നുള്ളവർക്ക് കയറി വരാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്ന് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിൻ്റെ സേവനമാണ്. 15 മിനിറ്റാണ് ഇപ്പോൾ 18-ാം പടിയിലെ പോലീസുകാർക്ക് സേവനത്തിനുള്ള സമയം. അതായത് അവരുടെ ഷെഡ്യൂൾ അങ്ങനെയാണ്. മുൻപ് 20 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഊർജ്ജത്തോടെ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ക്ഷീണിതരാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിച്ചു കയറ്റുന്നതിൻ്റെ വേഗത കുറയും, ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ സേവനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. സ്വാഭാവികമായിട്ടും പൊതുവെ തിരക്കുണ്ടെങ്കിൽ പോലും അയ്യപ്പന്മാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തി മടങ്ങാവുന്ന ഒരു സാഹചര്യമുണ്ട്. തിരക്ക് കൂടുമ്പോൾ ഒരു 3-4 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ 8-10 മണിക്കൂർ എവിടെയും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രഞ്ജിത്ത്.